ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീഫ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊക്കെ വലിയ കഷ്ണമായിട്ട് ബീഫൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇറച്ചി വേവാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് 8 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇറച്ചി വേകുമ്പോഴത്തേക്കും ദീദിയാണ് പായസം ഉണ്ടാക്കണേ. എന്താവുന്നൊന്നും അറിയില്ല. ദീദി ആദ്യമായിട്ട് പായസം ഉണ്ടാക്കണേ. ഇവിടുന്ന് അവിടുന്ന് ഉണ്ടാക്കിക്കണോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ദീദി പായസം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ദീദി കൊളാക്കുന്നുള്ളൊരു പേടിയുണ്ട്. അവിടെ ഇങ്ങനെ നോക്കിക്കണുണ്ട്. കൊളാക്കോ എന്താണാവുന്നതൊന്നും അറിയില്ല. എന്തായാലും കൊളാക്കൊന്നുമില്ല കാര്യം എന്ന് വിചാരിക്കാം. ഇത് പായസം റെഡിയായി. ഇമ്മുണ്ടായിരുന്ന ടേസ്റ്റിലേയും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റോക്ക് കളയണം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുക്കാം. അപ്പോൾ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബീഫ് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം. 5 കപ്പ് അരിക്ക് 10 കപ്പ് വെള്ളമാണ് വേണ്ടത്. പിന്നെ ബിരിയാണി മരുന്നുകളാണ് പട്ട, ഗ്രാമ്പു, പെരുംജീരകം, ചെറിയ ജീരകം, ഏലക്കായ്, ജാതിക്ക, അങ്ങനത്തെ കുറേ കസ്കസ്, ബിരിയാണി എസൻസ് ഒക്കെ ഇടുന്നുണ്ട് പറയാൻ നിൽക്കണേ. അപ്പോൾ ഇടുന്നൊക്കെ ഉണ്ടാക്കും. പിന്നെ കറുകാമ്പട്ട അങ്ങനത്തെ ബിരിയാണി മരുന്ന്. നമുക്ക് സ്റ്റോക്കാണ് കിട്ടിയിട്ടുള്ളത്. സ്റ്റോക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് ഒരു പാത്രം വെക്കാം. അതിലേക്ക് നെയ്യ് ഒഴിക്കാം. പിന്നെ കുറച്ച് എണ്ണയും പാടി ഒഴിച്ചിട്ടാണ് നമ്മളുടെ ബിരിയാണി മരുന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി മരുന്നൊക്കെ വറുത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബിരിയാണി അരി വറുത്തെടുത്ത് വരാം. അപ്പോൾ നമുക്കിനി ബിരിയാണി എസൻസ് ഒഴിക്കാം. ഇതുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ബിരിയാണി ബീഫ് സ്റ്റോക്കിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആയിട്ടാണ് ഒഴിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ബിരിയാണി കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി പൊടിച്ചെടുക്കണം, വെളിയുള്ളി പൊടിച്ചെടുക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. ഇതാ ഉള്ളി നല്ലോണം ക്രിസ്പായി വന്നിട്ടുണ്ട്. നമുക്കിനി കോഴി എടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളി വഴറ്റാനുണ്ട്. അപ്പോൾ ഉള്ളി വഴറ്റുകയാണ്. കറിവേപ്പിലയും ഉള്ളിയും ഇട്ടിട്ട് വഴറ്റുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ
1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഉള്ളി പകുതിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മൂടി വെച്ച ശേഷം നമ്മുടെ വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ആദ്യം റൈസ്, പിന്നെ അതിന് മേലെ കുറച്ച് ഗരം മസാല വരട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ബീഫ് ഗ്രേവി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ ഒരേ കണ്ടിന്യൂ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുണ്ടാവും എങ്ങനെ ഇടുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ലെയറും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിടാം. അപ്പോൾ അതാ 5 മിനിറ്റ് നമ്മൾ ദമ്മൊക്കെ ഇട്ട് വന്ന് നമ്മുടെ ബിരിയാണി നല്ലോണം സെറ്റായിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ആ പാത്രത്തിൽ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ പാത്രം എടുത്തിട്ടാണ്. നമ്മൾ പണ്ടൊക്കെ കല്യാണക്കുട്ടിയിൽ ചെന്നാൽ ബിരിയാണി സെർവ് ചെയ്യണ മാതിരിയാണ് സെർവ് ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഡ്രാഗൺ ചില്ലി ബീഫിൻ്റെ റെസിപ്പി ഞങ്ങൾ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, നോക്കി കാണാം.